നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ മെനഞ്ഞാന്ന് ലൂസ് ടോക്ക് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് തുടങ്ങിയത്. അപ്പോൾ ഇനി എന്നും കാണും, ഇടയ്ക്ക് ചില ഇടവേള ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നല്ല ഉച്ചയ്ക്ക് അമൃതാനന്ദമയി മഠത്തിലേക്കാണ് പോയതെന്നുള്ളത്. ഈ സത്യം പറഞ്ഞാൽ അമൃതാനന്ദമയി മഠത്തിലൊന്ന് പോകണമെന്നുള്ള വലിയ ആഗ്രഹം ഞാനും കണ്ടിട്ടില്ല, എനിക്ക് വലിയ ആഗ്രഹമാണ് പോകണം. കാരണം ഞാൻ പറയുന്നത് നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഒരു വലിയ പ്രസ്ഥാനം ഉണ്ടെങ്കിൽ നമ്മളത് അറിയണം. പുച്ഛിക്കുന്നതാണ് മലയാളിയുടെ അടിസ്ഥാന പുച്ഛിക്കാൻ ആഗ്രഹമുള്ളൊരു പുച്ഛിക്കട്ടെ, പക്ഷെ നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞത് ഇപ്പം കാന്തപുരത്തിൻ്റെ മർക്കസിൽ പോയി, ഞാനും പോയിട്ടുണ്ട്, മർക്കസിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴയിലെ കൃപാസനം അവിടെ ഞാൻ പോയിട്ടുണ്ട്, കൃപാസനത്തിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയെങ്കിൽ നമ്മൾ തീർച്ചയായും ശിവഗിരി നിങ്ങൾ പലതവണ പോയിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങളോ സമുദായ സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്കൊന്ന് സുകുമാരൻ നായർ കയറ്റത്തില്ലൊന്നും, നല്ല നമുക്കവിടെ പോകാമായിരുന്നു. അല്ല, എനിക്കറിയത്തില്ല, പഞ്ചസമാധി പോകുന്നതിന് കുറേ വകുപ്പൊക്കെ ഉണ്ടെന്ന് സുരേഷ് ഗോപിയൊക്കെ ഇറക്കി വിട്ടു, അറിയില്ല. അപ്പം എനിക്ക് മുസ്ലിം പള്ളിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്, നമ്മുടെ എരുമേലി അവിടെ പള്ളി പോയിട്ടുണ്ട്. പക്ഷെ മുസ്ലിം പള്ളിയിൽ നമുക്ക് പ്രവേശനമുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അമ്പലത്തിൽ നമുക്ക് പോകാം, പള്ളി നമുക്ക് പോകാം. മുസ്ലിം പള്ളി പ്രവേശനമുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പോകാം, നമുക്കൊരു ഭയമുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ പറയുന്നത്, എനിക്ക് ഈ അമൃതാനന്ദമയി മഠത്തോട് എനിക്കറിയില്ല. നമ്മൾ അവരുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത് നമ്മളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും വാർത്ത വന്ന വാർത്ത കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആരും കൊടുക്കാതിരിക്കുമ്പോഴും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്കൊരു മടിയുള്ള ആളല്ല. പക്ഷേ അമൃതാനന്ദമയിയും അമ്മയോടും ആ മഠത്തോടുമൊക്കെ എനിക്കൊരു പുച്ഛമായിരുന്നു ദീർഘകാലം. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നമ്മളെല്ലാം തലമുറ അതാണല്ലോ, നമ്മുടെ തലമുറ, പ്രത്യേകിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഈ ആൾ ദൈവങ്ങൾ എന്ന് വിളിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഒരു നിലപാടിലായിരുന്നു. എൻ്റെ ഒരുമാതിരിപ്പെട്ട അപ്പം ഞാൻ ഈ ഓൺലൈൻ പോർട്ടൽ തുടങ്ങുമ്പോൾ പോലും നമ്മൾ അമൃതാനന്ദമയി മഠത്തെ നമ്മൾ കണ്ടിരുന്നതൊരു നെഗറ്റീവ് വശത്തിലാണ്. നമ്മൾ പല വാർത്തകളും കൊടുത്തിട്ടുണ്ട്. ഈ സത്സാൻ സിംഗിൻ്റെയും പിന്നെ ഈ മറ്റേ ഒരു പുസ്തകമില്ലേ, ഇതൊക്കെ നമ്മളും കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്നും കൊടുക്കാതിരിക്കണമെന്ന് അഭിപ്രായം എനിക്കില്ല, കൊടുക്കണമെന്ന് അഭിപ്രായം എനിക്കുള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടാതിരുന്നത് എന്നെനിക്കറിയത്തില്ല. ഞാനിപ്പോൾ ചിന്തിച്ച് നോക്കുമ്പോൾ ആയിരിക്കാം. എന്തുകൊണ്ടാണ് നമ്മളിപ്പം അമൃതാനന്ദമയി തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ കേട്ടിട്ടില്ല. അമൃതാനന്ദമയി അത്ഭുതം നടത്തുന്നതിനെക്കുറിച്ച് പലർക്കും തർക്കം ഉണ്ടാവും. ഈ അത്ഭുതം അമൃതാനന്ദമയി അവകാശപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടോ? ഇല്ല. ഭക്തർ പറയുന്നുണ്ടാവും. മറ്റു പല ആളുകളെയും പോലെ അങ്ങനെ അത്ഭുത പ്രവർത്തനം നടത്തുന്നതായിട്ട് അധികം പറയാറില്ല അവർ. അമ്മ ഇതുവരെ എന്നെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളുടെ രോഗം മാറ്റാന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അമ്മ അത്ഭുതം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഭക്തരുണ്ട്. അതിന് നമ്മൾ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ കരസ്മാറ്റിക് ധ്യാനങ്ങളിൽ പങ്കെടുക്കുന്ന രോഗശാന്തി ശുശ്രൂഷ ഉണ്ടാകുന്നുണ്ട്. ഇത് അവകാശപ്പെടുന്നുണ്ട് അവർ പലരും. ഇനി കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ അവകാശപ്പെടാറില്ല. പക്ഷെ അച്ഛൻ്റെ ഭക്തരല്ല, അവിടുത്തെ മരിയ ഭക്തർ അവകാശപ്പെടാറുണ്ട്. പത്രം തിന്നാൽ അസുഖമാകുന്ന കാലമുണ്ട്, അത് അച്ഛനെ എന്തിനു പഴിക്കുന്നു. ഈ കാന്തപുരം അവകാശപ്പെടാറുണ്ട്, മുടി വളർന്നു എന്നാണ് കാന്തപുരം പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞു, അടുത്ത കാലത്ത് പറഞ്ഞു തിരുക്കേശം വളർന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ തിരുക്കേശം വളർന്നെന്ന് കാന്തപുരത്തിന് പറയാം, അല്ലെങ്കിൽ കൃപാസനത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് പറയാറുണ്ട്. പ്രത്യേകിച്ച് പല ക്രിസ്ത്യൻ ഈ കരസ്മാറ്റിക്കാരും പിന്നെ അതുപോലെ തന്നെ പെന്തക്കോസ്തുകാരൊക്കെ രോഗശാന്തിയാണ്. പക്ഷെ അങ്ങനെ ഒരു അവകാശവാദം അമ്മ നടത്തി ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. പക്ഷേ അമ്മയുടെ ഭക്തർ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ അമ്മയെ വെറുക്കുന്നതെന്ന ചോദ്യമുണ്ട്, ആദ്യത്തെ ചോദ്യം. അപ്പം ഞാൻ ആന്റണി അമ്മയെ കെട്ടിപ്പിടിച്ച് കണ്ടിട്ട് ഒരുപാട് പൊട്ടിത്തെറിക്കുകയും മാനസികമായി കാലത്ത് പോയത് ഞാൻ എന്തൊരു വൃത്തികെട്ടവനാണ്, ഇയാൾ ആദർശധീരനാണോ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ കാലം ഇങ്ങനെ മാറി 50 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ചിന്താഗതി മാറിയില്ലെങ്കിൽ നമുക്കെന്തോ പ്രശ്നമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കംപ്ലീറ്റ് ചിന്താഗതി മാറി. ഞാൻ ഈ ശങ്കരാടിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഭയങ്കര നിരീശ്വരവാദിയായിരുന്നു, വയസ്സായി ഞാൻ, പക്ഷെ ഇപ്പം ഭയങ്കര ദൈവവിശ്വാസിയാന്ന് പറയുന്നുണ്ട്. ഒരുപാട് പേരുണ്ട് അങ്ങനെ. എം മുകുന്ദൻ ഗുരുവായൂർ പോയി 84-ാമത്തെ വയസ്സിൽ എന്തോ ചെയ്തത്. പിന്നെ നേരത്തെ വയസ്സായതുകൊണ്ടല്ല, ജീവിത സാഹചര്യം കൊണ്ട് മാറിയതാണ്. അപ്പോൾ അങ്ങനെയുണ്ടായൊരു മാറ്റം ഈ ആത്മീയ പ്രസ്ഥാനങ്ങളോട് എല്ലാം എൻ്റെത് മാറി. അതായത് ഈ ക്രിസ്ത്യൻ പ്രസ്ഥാനങ്ങളോടാണെങ്കിലും കാന്തപുരത്തോടാണെങ്കിലും കൃപാസനത്തോടാണെങ്കിലും
അമ്മയോടാണെങ്കിലും. ഇടതുപക്ഷത്ത് തന്നെ ഇപ്പൊ TS തിരുമുമ്പെന്ന് പറയുന്ന EMSനോ പോലെ അതിനേക്കാളും മുകളിലുണ്ടായിരുന്ന സൈദ്ധാന്തിക ആചാരനായിരുന്ന ആൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ആത്മീയത്തിലേക്ക് തിരിഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ മനുഷ്യ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. അതെ. അപ്പം ഇത് തിരിച്ചറിയുമ്പോൾ നമ്മൾ എന്തിനാണ് അംഗീകരിക്കാതിരിക്കാൻ പഠിക്കുന്നത്? ഇപ്പം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു, ഞാൻ അമ്മയെ കാണുന്നു, അമ്മയുടെ അടുത്ത് അമ്മയ്ക്ക് ഹാരാർപ്പണം കൊടുക്കുന്നു, ഞാൻ അമ്മയുടെ പാദ നമസ്കാരം ചെയ്തു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ എല്ലാവരും തന്നെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ നാമധാരികൾ, നമ്മുടെ സ്റ്റാൻലി അടക്കം എല്ലാവരും പറഞ്ഞത് കെട്ടിപ്പിടിച്ചത് കുഴപ്പമില്ല, അമ്മ എല്ലാവരും കെട്ടിപ്പിടി, പക്ഷെ കാലേ തൊട്ടൊന്ന് മോശമായിപ്പോയി. ഇതാണ് ചോദിച്ചത്. നിങ്ങളെന്ത് പറയുന്നത് അതിനെക്കുറിച്ച്? നമ്മൾ അമ്മയുടെ സ്ഥാനത്തായാലും ഒരു മുതിർന്ന ഒരാളിൻ്റെ നമ്മൾ ഗുരുസ്ഥാനി ഒരാളുടെ കാലിൽ തുടങ്ങിയാലും ഒരു തെറ്റ് ഗുരുസ്ഥാനീയരായി നമ്മൾ കാണുന്നവരുടെ കാലിൽ സ്പർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലായിരുന്ന കാലത്ത് മഹാകവി അക്കിത്തം അദ്ദേഹം അമ്മയെ ഇങ്ങനെ ആദരിക്കുന്ന ആ പടം വന്നപ്പോഴും അന്ന് എന്തൊരു ചീത്തവിളിയായിരുന്നു. കാരണം ഇദ്ദേഹം അവരെക്കാളും പ്രായത്തിൽ എത്രയും മുതിർന്ന ഒരാളാണ്. പിന്നെ അദ്ദേഹം സർവ്വ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളുകൂടാണ്. അപ്പോൾ ഇവരെ പോലെ ഒരാളുടെ കാലത്തോട്ട് എന്ന് പറഞ്ഞ് അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ പോലും അത് വലിയ വിമർശനമായിരുന്നു പറയുന്നത്. എനിക്ക് തോന്നുന്നത് അടിസ്ഥാനപരമായ പ്രശ്നം ജാതിയാണെന്ന് തോന്നുന്നു. കാരണം ഈ അടിസ്ഥാനപരമായ പ്രശ്നം ജാതിയാണ്. അത് എല്ലാവർക്കും, ഞാനിപ്പോൾ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ ചോദിച്ചു, എന്താണ് കുഴപ്പം തൊട്ടാൽ? അല്ല, നിങ്ങൾ കെട്ടിപ്പിടിച്ചോട്ടെ കുഴപ്പമില്ല അമ്മേനെ, പക്ഷെ എന്തിനാ കാലത്തൊട്ട കുഴപ്പം? അമ്മ നമുക്ക് അമ്മ എന്നത് തോന്നലുള്ള ആളാണ്. മാതൃസങ്കല്പം എന്നുള്ളതാണല്ലോ. അമ്മ എന്ന സ്നേഹമാണ് ലോകത്തിന് വിധിച്ചു കൊടുക്കുന്നത്. അവർക്ക് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല. ക്രിമിനലാണെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ ബിൻ ലാദൻ വന്നാൽ അവർ കെട്ടിപ്പിടിക്കും. അല്ലാതെ ആളുകളുടെ ക്രെഡിറ്റ് ചെക്ക് എടുത്തിട്ട് മറ്റേ എന്താ ചെക്ക ക്രിമിനൽ റെക്കോർഡ്സ് പരിശോധിച്ചിട്ട് മാറ്റി നിർത്തത്തില്ല. ആർക്കും വരാം. അങ്ങനെ അവർ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞൊരു ആളിലേക്ക് അവർക്ക് ഒരാളും മതം നോക്കുന്നില്ല. ആർക്കും വരാം, ആരും അവർ സ്നേഹിക്കും. അവർ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്, എഴുതുന്നത്, പ്രസംഗിക്കുന്നത്. എപ്പോഴത്തെ പ്ലസന്റ് ആണ് അവരുടെ മുഖം, എപ്പോഴും പ്ലസന്റ് ആണ്. ഒരാൾക്ക് രാഹുലായിട്ട് രാത്രി ഇങ്ങനെ മുഖം പ്ലസന്റ് ആയിരിക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ ഔന്നത്യത്തിന്റെ ഭാഗം. അപ്പൊ ഈ ഒരു മുക്കുവ അരയ സമുദായം അവരെ ഇങ്ങനെ ആളുകൾ അവരെ സ്പർശിക്കുന്നു അല്ലെങ്കിൽ അവരുടെ കാലിൽ തൊടുന്നു എന്ന് പറയുന്നത് ജാതി ചിന്തയുള്ള മനുഷ്യരെ വിഷമിപ്പിക്കുന്നുണ്ട്. ആ ജാതി ചിന്തയാണ് യഥാർത്ഥ അവർ. അല്ലാതെ അവർ തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ഒരു വിവരമില്ല. ഒരു വലിയ പ്രസ്ഥാനം നടത്തുമ്പോൾ ചില ക്രമക്കേടുകളൊക്കെ പലയിടത്തും ഉണ്ടാവാറുണ്ട്. അത് ഉണ്ടാവുന്നുണ്ടാവാം. ലോകത്ത് എല്ലാ പ്രസ്ഥാനങ്ങളും ഉണ്ടാവും, രാജ്യങ്ങളിലും ഉണ്ടാവും. പക്ഷേ അവർ തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. അവർ ദൈവമാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. അപ്പം ഞാൻ അവർ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല. അമൃതാനന്ദമായി സ്നേഹം സ്പർശിക്കുന്ന ഒരു പക്ഷേ കാലാകാലങ്ങളിൽ ഓരോ അവതാരങ്ങളുണ്ട്. അപ്പൊ ഗുരുദേവനും ചട്ടമ്പി ഒക്കെ അവതാരങ്ങളാണല്ലോ. അത്തരത്തിലൊരു അവതാരമാണ്. ആ അവതാരം എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്പർശമുണ്ട്, ദൈവത്തിൻ്റെ എന്തുവാണ് ജ്വാല, അല്ല അതിൻ്റെ പേര് ദൈവത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്പിരിറ്റ് ഉണ്ട്. ഒക്കെ നമുക്ക് അംഗീകരിക്കാം. ദൈവമാണ് എന്ന് നമ്മൾ പറയും. അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാത്ത വിശ്വാസം. കാരണം ഹിന്ദു വിശ്വാസം അനുസരിച്ച് ആരും ദൈവമാക്കാം, അല്ലേ? ഞാൻ അടിസ്ഥാനപരമായി അമ്മ ദൈവമാണെന്ന് കരുതുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഇടപെടലുള്ള ദൈവത്തിൻ്റെ ഒരു അവതാരമാണ്. ദൈവത്തിൻ്റെ ഒരു കാരണം ദൈവം അങ്ങനെ കുറേ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് ഇത്രയും ആളുകളെ സ്വാധീനിക്കാൻ പറ്റത്തില്ല, സാധിക്കില്ല. ഇത്രയും വിദ്യാഭ്യാസമില്ലാത്ത, ഇത്രയും പശ്ചാത്തലമുള്ള ഒരാൾക്ക് ഇത്രയധികം ആളുകളെ സ്വാധീനിക്കാൻ കഴിയില്ല. ഞങ്ങൾ കാര്യവട്ടത്ത് പഠിക്കുന്ന സമയത്ത് വിളനില സാർ ഞങ്ങൾ എച്ചോടിയായിരുന്നു. സാർ ഞങ്ങളടുത്ത് ചോദിച്ചു, ഇന്ത്യയാണ് ഏറ്റവും നല്ല 2 കമ്മ്യൂണിക്കേറ്റേഴ്സ് ആരെന്ന് പറയാൻ വന്നു ചോദിച്ചു. ഞങ്ങൾ പലരുടെയും മഹാന്മാരെ പേര് പറഞ്ഞ് ഒരുപാട് പേരെ പേര് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇവരാരുമല്ല, 2 പേരാണല്ലോ, മഹാത്മാഗാന്ധി, ശ്രീനാരായണ ഗുരു. അവർക്ക് 2 പേർക്കും സമൂഹത്തെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ കഴിവുകൊണ്ട് തന്നെയാണ്. അവർ 2 പേരും ഉജ്ജ്വല വാഗ്മികളൊന്നും ആയിരുന്നില്ല. പക്ഷേ അവരുടെ സ്നേഹം കൊണ്ട്, അവരുടെ ആ ഒരു അപ്രോച്ച് കൊണ്ട് ആള് ജനത്തെ കീഴടക്കിയതാണ്. അതിന്റെ വേറൊരു ഇത് എൻ്റെ സങ്കടം പറയാം. ഞാൻ ഇന്നലെ പോകുന്നത് വരെ വിമർശിക്കുന്നതോടൊന്നും എനിക്ക് എതിർപ്പില്ല, വിമർശിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ വിമർശനം നടത്തുന്ന ആരും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയുന്നില്ല. അതെപ്പോഴും അങ്ങനെയാണല്ലോ. ഞാൻ അമ്മയോടുള്ള സ്നേഹം എനിക്ക് ആയി തുടങ്ങിയിട്ടും, അമ്മയെക്കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങിയിട്ടും എനിക്ക് യഥാർത്ഥത്തിൽ അമ്മ എന്താണെന്നും മഠം എന്താണെന്നും ബോധ്യമായത് അവിടെ ചെന്നപ്പോഴാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല രാജ്മോഹൻ. ജനം ഒഴുകിയെത്തുകയാണ്. ഞാൻ ഇന്നലെ അവിടെ ചെല്ലുമ്പോൾ 1,00,000 പേരെങ്കിലും ആ ഹാളിലും പരിസര പ്രദേശത്തായിട്ടുണ്ട്. അവിടെ മുഴുവൻ മഴയാണ്, കോരിച്ചൊരിയുന്ന മഴയാണ്. സംസാരം കേൾക്കാൻ വയ്യാത്ത തരത്തിൽ ഈ സ്റ്റേജിൻ്റെ മണ്ടലോട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കൂട്ടം എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ജനം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. ആ ജനം മുഴുവൻ ഇങ്ങനെ ഇവരുടെ ഒരു വാക്കിന് വേണ്ടി കാത്തു നിൽക്കുവാണ്. അപ്പം എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും അവിടുത്തെ ഒരു പരിപാടിയിലെ അതിഥിയായിട്ട് ക്ഷണിക്കപ്പെട്ട ആളല്ല. ഇപ്പോഴും വിളിച്ചില്ല. ഇപ്പൊ ഒരു അതിഥിയായിട്ട് ക്ഷണിച്ചതല്ല. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച്
അവിടെ അതിഥികളില്ല, അവിടെ ആളുകൾ വരുന്നു, അവരിടയ്ക്ക് പരിപാടി നടത്തുന്നു, അതിൽ കുറച്ച് പേര് സ്റ്റേജിൽ ഇരുത്തുന്നു. ഇതാണ് അവർ പരിപാടി. അങ്ങനെയാണ് രീതി. അല്ലാതെ അവർ കൃത്യമായ പദ്ധതി ഇട്ടിട്ട്. അപ്പം കേരള സർക്കാർ ആദരിക്കാൻ തീരുമാനിച്ചു. എനിക്ക് നമ്മളെ വീഡിയോ കണ്ടപ്പോൾ കിട്ടിയൊരു ഒരു വാർത്തയായിരുന്നു, ഇത് കേരള സർക്കാരാണ് പരിപാടി ഓർഗനൈസ്. അല്ല, അതാണ് രസം. ഇപ്പൊ കേരള സർക്കാർ, പ്രത്യേകിച്ച് പിണറായി വിജയന് കംപ്ലീറ്റ് മാറി. ഇപ്പൊ അദ്ദേഹം മറ്റേ കംപ്ലീറ്റ്ലി ഭക്തനായി മാറി. അപ്പൊ അദ്ദേഹം ഒരു അമ്പലങ്ങളിൽ പോവുക, ഭാര്യ മക്കളെ അമ്പലത്തിൽ വിടുന്നു, അദ്ദേഹം അമ്പലങ്ങളുടെ അടുത്ത് വരെ എത്തുന്നു, അല്പം കുനിഞ്ഞ്. നേരത്തെ അദ്ദേഹം ധാർഷ്ട്യത്തോടെയായിരുന്നു ഭഗവാനെ നോക്കിയെങ്കിൽ ഇപ്പൊ അല്പം ആദരവോടുകൂടി നോക്കാൻ തുടങ്ങി. മകളും പഠിച്ച അമൃതയുടെ കോളേജിലാണ്. അല്ലാതെ അപ്പൊ അങ്ങനെ ഈ ഒരു ഭക്ത രീതിയിലേക്ക് ഈ നമ്മുടെ മുഖ്യമന്ത്രി വരികയാണ്. അപ്പൊ അതിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്, വളരെ കൃത്യം. അതിന് ജയശങ്കർ എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരെ ഇനി അമൃതാനന്ദമായി ആൾ ദൈവമല്ല, വളരെ വളരെ യഥാർത്ഥ ദൈവമാണ്. ഈ രീതിയിലൊരു മാറ്റം അദ്ദേഹത്തിന് വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, പിണറായി വിജയൻ്റെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസത്തിലും ഹിന്ദു സ്പിരിച്വാലിറ്റിയിലും ഫോക്കസ് ചെയ്ത് ഹിന്ദു സമുദായത്തിൽ എല്ലായിടത്തും ചെല്ലുന്നു. മാത്രമല്ല ബോധപൂർവം മുസ്ലിം വിശ്വാസത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പിണറായിക്കൊരു യഥാർത്ഥ ഭക്തൻ ഒരിക്കലും മറ്റൊരു മതത്തെ പ്രകോപിപ്പിക്കത്തില്ല. എല്ലാവരും ഒന്നുപോലെ കാണും. ഞാൻ പറഞ്ഞപ്പം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ സംസാരിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നില്ല. പക്ഷേ ഹമാസിനെതിരെ പോലും പറയാൻ മടിയുള്ള പിണറായി വിജയൻ മലപ്പുറത്തെ സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കും, മുസ്ലിം വിശ്വാസത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കും. ഇനി സംസാരിക്കാനും വയ്യാത്ത കാര്യം വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെയാണ്, വെള്ളാപ്പള്ളിയെ കൊണ്ട് പറയിപ്പിക്കും. ഇങ്ങനെ ഒരു വശത്ത് മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുമ്പോൾ ഈ പിണറായി വിജയൻ കരുതുന്നത് മുസ്ലിം സമുദായം ചാടിപ്പിടിക്കും. അവരിപ്പോൾ SDPI മറ്റുമൊക്കെ ഉണ്ടല്ലോ, അവർ ചാടി പിണറായിക്കെതിരെ പറയും. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു വോട്ടിന് കുറച്ചുകൂടെ ഒരു, കാരണം ഈ തീവ്ര ഇസ്ലാമിക വോട്ട് ബാങ്ക് അനങ്ങിയാൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതിനാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു, ഈ SDPI പഴയ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ ഇത് ചാടി പിടിക്കും. ഇതൊരു വശത്ത് ചെയ്യുന്നു, മറുവശത്ത് എല്ലാ ഹൈന്ദവ വിശ്വാസങ്ങളിലേക്കും പോയി. എനിക്കൊന്ന് ശിവഗിരിയിൽ മിക്കവാറും ഇനി പോകുമായിരിക്കും. അല്ല, അവിടെ തീർത്ഥാടനത്തിന് പ്രസംഗിക്കാൻ പോകുമല്ലോ. സാധാരണ മുഖ്യമന്ത്രി തന്നെയാണ് എപ്പോഴും ഉദ്ഘാടനം പലപ്പോഴും നടക്കാനുള്ള മുഖ്യമന്ത്രി തന്നെയാണ്. അല്ല, ചെമ്പഴന്തിയിലും ഗുരുജയന്തിക്കും എല്ലാം മുഖ്യമന്ത്രി. അങ്ങനെ അല്ലാതെ തന്നെ ഇനി ഒരു പരിപാടിക്ക് പോയി കൂടാഴിയില്ല. തീർച്ചയായും ഒരു മറ്റേ ഈ അയ്യപ്പ സംഗമം പോലെ തന്നെ ഒരു ഈഴവ സംഗമം മറ്റേ പിണറായി വിജയനും വെള്ളാപ്പള്ളിയും ശിവഗിരിയും കൂടെ ചേർന്ന് നടത്തിയാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഇപ്പം ശിവഗിരിയിലേക്ക് പോകുന്നതിന് വർക്കലെങ്കിലും നടത്തും, അല്ലെങ്കിൽ കൊല്ലമോ എവിടെയെങ്കിലും ഒരു ഈഴവ സംഗമം പിണറായി വിജയൻ നടത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈഴവ സംഗമം മാത്രമല്ല, തീയ സംഗമവും നടത്തും മലബാറിൽ. അപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരത്തിലൊരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാവാം അമ്മയെ അവർ ആദരിക്കാൻ തീരുമാനിച്ചു. 25 വർഷം ഐക്യരാഷ്ട്രസഭയിൽ ആദ്യത്തെ മലയാളം പ്രസംഗത്തിൽ അപൂർവം അല്ല, സംഭവമാണ്. കാരണം മലയാളത്തിൽ ആദ്യമായിട്ട് സംസാരിച്ചു, അവസാനമായിട്ട് സംസാരിച്ചു അവരാണ് തന്നെയാണ്. പിന്നീട് ഒരു ഐക്യരാഷ്ട്രസഭ സംസാരിച്ചു, പക്ഷേ വേറെ ആരും മലയാളം സംസാരിച്ചിട്ടില്ല. അപ്പം മലയാളത്തിൽ പോയി അമ്മ സംസാരിച്ചതിൻ്റെ 25ാം വാർഷികത്തിൻ്റെ ആഘോഷം സംസ്ഥാന സർക്കാർ ആദരവ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. സംസ്ഥാന സർക്കാർ അറിയിച്ചു കാണും, ഉറപ്പാണല്ലോ. അപ്പം ജന്മദിനോടനുബന്ധിച്ച് കൊടുക്കാൻ വരാൻ പറഞ്ഞു. ഈ സമയത്ത് എതിർച്ചയായി എത്തിയതാണ് ഞാൻ. അതായത് എന്നോട് പറഞ്ഞിരുന്നത്, എനിക്കൊരു ക്ഷണക്കത്ത് കിട്ടുന്നു. എനിക്ക് ക്ഷണക്കത്ത് കിട്ടുന്നത് ഇങ്ങനെയാണ്: ഈ 26-ാം തീയതിയും 27-ാം തീയതിയും, 27-ാം അമ്മയുടെ ജന്മദിനമാണ്, 26-ാം തീയതി മുതൽ സത്സംഗം മറ്റുമുണ്ട്. ഈ 2 ദിവസങ്ങൾ ഏതെങ്കിലും ദിവസം ഒരു സമയത്ത് അങ്ങയുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം, അവിടെ റൂം വേണമെങ്കിൽ അറിയിക്കണം, മറ്റാരെങ്കിലും അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാനതിനെ ഗൗരവിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ വരുന്ന ഒരു ഇൻവിറ്റേഷൻ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണറുടെ ഓഫീസിൽ ഒരു ഇൻവിറ്റേഷൻ വന്നിരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നത് കാരണം ഞാൻ ഗവനിച്ചില്ല. പക്ഷെ അന്ന് രാവിലെ എന്നെ നമ്മുടെ ജഗ്ഗുസ്വാമി വിളിച്ചു. ജഗ്ഗുസ്വാമി വിളിച്ചിട്ട്, നമ്മുടെ എയിംസിൻ്റെ ഡയറക്ടറാണ്. ജഗ്ഗുസ്വാമി വിളിച്ചിട്ട് പറഞ്ഞു, വരുമോ? ഞാൻ ഇന്ന് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ പറഞ്ഞു, അല്ല, നാളെയാണോ ഇന്നാണോ? നാളെ നല്ല തിരക്കായിരിക്കും, രാവിലെ മുതൽ ഫുൾ വലിയ പരിപാടികളാണ്. മാത്രമല്ല അമ്മ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി ഈ രാവിലത്തെ പരിപാടികൾ കഴിഞ്ഞ് അമ്മ ഈ ദർശനത്തിനിരുന്നാൽ പിന്നെ 30 മണിക്കൂർ വരെ നീണ്ടുപോകും. ഒറ്റയിരിപ്പാണ്. അതുകൊണ്ട് കാണാൻ വന്നാൽ പക്ഷേ സംസാരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു.
അപ്പം എനിക്കൊരു മടി പോകണോ വേണ്ടയോ കാരണം നമ്മുടെ പണി തീർന്നിട്ടില്ല. ഒരു 1:30 മണിയായപ്പോൾ എനിക്കൊരു വെളിപാട് പോലെ എന്നാ പോയേക്കാന്ന് വെച്ചു. അതിന് പെട്ടെന്ന് പോയത് ഞാൻ കരുതി ആ പോയേക്കാന്ന് വെച്ചു. പടാൻ തീരുമാനിച്ചു. 2 മണിക്കൂർ ഇറങ്ങി. കാരണം റോഡ് ആണല്ലോ നമ്മൾ മറ്റേ ശാസ്താംകോട്ടയ്ക്ക് പുറത്ത് ഭരണിക്കാവ് വഴിയൊക്കെയാണ് പോകുന്നത്. കൊട്ടാരക്കര ചെന്നിട്ട് കൊട്ടാരക്ക് പുത്തൂര് ചെന്നിട്ട് ഭരണിക്കാവ് ചെന്നിട്ട് ഭരണിക്കാവിൽ നിന്ന് തഴവ വഴി കരുനാഗപ്പള്ളിക്ക് പറയുന്ന നമ്മൾ ഈ വള്ളിക്കാവിലേക്ക് പോയത്. എന്തായാലും 3 മണിക്കൂർ കൂടി ചെന്നു. നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇവരെന്തിനാ എന്നോട് പറഞ്ഞിരിക്കുക, എപ്പോഴെങ്കിലും കാണാമെന്നില്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 8 മണിക്ക് അവിടെ ചെന്നുമ്പോൾ അവർ വണ്ടി അകത്തേക്ക് കൊണ്ടുപോയി സ്റ്റേജിൻ്റെ അടുത്ത് കൊണ്ട് വണ്ടി നിർത്തി. അപ്പോൾ ഈ രഘുസ്വാമിയും കോയമ്പത്തൂരിലെ അമൃത വിദ്യാപീഠത്തിൻ്റെ മുഴുവൻ ചുമതലയുള്ള ഒരു സ്വാമിയുണ്ട്. ഈ സ്വാമിയും അടക്കമുള്ളവർ വന്ന് സ്വീകരിച്ചിട്ട് അമ്മയെ കാണാൻ പറഞ്ഞ് നേരെ കൊണ്ടുപോവുക. ഞാൻ അവിടേക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് പെട്ടെന്ന് കൊണ്ടുപോയി നേരെ അമ്മയുടെ മുറിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, ഞാൻ അമ്മയെ കണ്ട് എങ്ങനെയെങ്കിലും ഈ ആൾക്കൂട്ടത്തിനിടയിൽ അമ്മയെ കാണാം, കണ്ടിട്ട് പോരാന്ന് ഓർത്ത് പോകുന്നത്. ഞാൻ കയറുമ്പോൾ അമ്മ എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു. ഞാൻ ആദരിച്ചു. അമ്മ ഇരിക്കാൻ പറഞ്ഞ് എന്നെ കൈ പിടിച്ചവിടെ ഇരുത്തി. ഇരിക്കുമ്പോൾ ദേവൻ ഇരിപ്പുണ്ട്, ഒരു സോഫിയയില് നടൻ ദേവൻ ഇരിപ്പുണ്ട്, KS രാധാകൃഷ്ണൻ ഇരിപ്പുണ്ട്, നടുക്ക് ഞാനും ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ടെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ലോ അക്കാദമിയുടെ ഡയറക്ടർ നാഗരാജ്, അഡ്വക്കേറ്റ് നാഗരാജ്, 1ാം തരം CPM കാരനാണ്. പിണറായി വിജയൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, അദ്ദേഹം ഇങ്ങനെ ചോര തിളക്കും. പ്ലീഡറാണെന്ന് മാത്രമല്ല, ഞാൻ ഈ പിണറായിയെ ചീത്ത വിളിച്ച് വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം എന്നെ വിളിക്കും, നിങ്ങൾ പിണറായി സഹായം അറിയാത്തതുകൊണ്ടാണ്. ചോര തിളയ്ക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അദ്ദേഹം ഒരു കസേര ഇരുന്നുകൊണ്ട് അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മുമ്പിലത്തെ കസേര എന്നോട് നമസ്കാരം പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇച്ചിരി പുറകിലിരിക്കുന്ന ഒന്ന് ഉമാ തോമസും CR മഹേഷ്, 2 MLA. അപ്പുറം ഒരു 2 പിള്ളേരുമായിട്ടൊരു പൊക്കമുള്ള ഒരാൾ നിൽക്കുന്നത്. ഞാൻ മോൻ നോക്കിയില്ലായിരുന്നു. മോൻ നോക്കി നമ്മുടെ പ്രശാന്താണ്, IAS കളക്ടർ പ്രോ. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ആളുകൾ നിൽക്കുന്നു. എല്ലാവരോടും വർത്തമാനം പറയുന്നു. നമുക്ക് ചെറിയ കശുവണ്ടിയും ഇതൊക്കെ തരുന്നു, കരിക്കും വെള്ളമോ ചായയോ എന്ത് വെള്ളം തരുന്നു. അത് കഴിഞ്ഞ് നേരെ സ്റ്റേജിലോട്ട് കയറ്റുവാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ ഒരു ഗസ്റ്റാണെന്ന്. ഞാൻ ഈ സ്റ്റേജിൽ കയറുമ്പം എന്നോടൊരു സ്വാമി ഒന്ന് ചെന്നെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിച്ചു. കാരണം ഞാൻ അന്തിച്ചു പോയി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കയറുവാണല്ലോ. ഞാൻ പെട്ടെന്ന് സ്റ്റേജായിട്ട് വരുമ്പോഴത്തേന് വലിയ ഹാള്, ഒരു 1,00,000 പേര് കാണും, നിറച്ച് തിങ്ങിപ്പോ. നമുക്ക് ആരും തിരിച്ചറിയത്തില്ല. കാരണം വെച്ചാൽ ഞാൻ ഇത്രയും വലിയൊരു ഹാള് കണ്ടിട്ടില്ല. ഇത്രയും വലിയ ഹാളിൽ നമ്മൾ ആ സ്റ്റേജാണ് വന്നിരിക്കുന്നു. നോക്കിയപ്പോൾ എൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ഷാജൻസ്. അപ്പം പ്രശാന്ത് IAS അടക്കം മറ്റേ 1-2 വേറെ IAS അടക്കം സൈഡിലാണ്. അവർക്കാർക്കും സ്റ്റേജിലില്ല. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ അവർക്ക് സ്ഥിരം അവിടുത്തെ സന്ദർശകർ. അപ്പം ഈ ഇവിടെ ഇരിക്കുന്നു. അവിടെ വന്നിട്ട് എനിക്ക് അപ്പോഴും പിടി കിട്ടിയിട്ടില്ല. അപ്പം അതിനിടയ്ക്ക് സജി ചെറിയനെ കാണുന്നുണ്ട്. സജി ചെറിയനെ നോക്കി ചിരിച്ച് കൈ കാണുന്നു. ആദ്യം ചിരിച്ച് കൈ കാണിച്ചു കയറി. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് ഇത് കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പ് അമൃതാനന്ദ മൈക്ക് കൊടുക്കുന്ന പുരസ്കാരത്തിലെ ഗസ്റ്റാണെന്ന് ഞാൻ സർക്കാർ അതിഥിയായി ഞാൻ അപ്പോഴാണ് അറിയുന്നത്. എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടുന്ന് നമ്മുടെ അദ്ദേഹം ഉണ്ടല്ലോ, മെയിൻ ആൾ സ്വാമി അല്ല അമൃത സ്വരൂപാനന്ദ സ്വാമികൾ സ്വാഗതം പറയുമ്പോഴാണ്, എന്നെയൊക്കെ സ്വാഗതം ചെയ്തു. സ്വാഗതം പറയുമ്പോഴാണ് ഇത് സർക്കാരിൻ്റെ പരിപാടിയാണ് ഞാൻ അറിയുന്നത്. ഞാൻ അഭിമാനത്തോടെ ഇരുന്നു. എന്നാലും ഞാൻ ആ ഒരു മാസ്മരിക ലോകത്തിലായിപ്പോയി. കാരണം വെച്ചാൽ സ്റ്റേജിൽ ഓട്ടി നടന്ന് മൈക്ക് നോക്കുന്നത് അതൊക്കെ എന്നാ ഓർഗനൈസ്ഡ് ആണെന്നറിയോ. നമ്മളൊന്നും ഇങ്ങനെ ഒരു പരിപാടി, ഞാനൊക്കെ പല പരിപാടിയും കണ്ടിട്ടുണ്ട്, നടത്തിയിട്ട്. ഈ ഓർഗനൈസ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിനും മുല്ലപ്പൂ കൊണ്ടുവെക്കാൻ, ഹാരം കൊടുക്കാൻ, ഹാരം തിരിച്ചെടുക്കാൻ, മുല്ലപ്പൂ വെക്കാൻ, മുല്ലപ്പൂ നിറയ്ക്കാൻ, കൊണ്ടുപോകാൻ, വരാൻ, ട്രോഫി കൊടുക്കാൻ, എല്ലാം ഈ ഡിവോട്ടീസാണ്. ഈ സന്യാസിനികളും അങ്ങനെയുള്ള ആളുകളുണ്ട്. പിന്നെ സായിപ്പും പിള്ളേർ, അതായത് അമേരിക്കയിലെയും ജപ്പാനിലെയും ജർമ്മനിയിലെയും ഒക്കെയുള്ള ഭക്തരുടെ മക്കൾ, കൗമാരക്കാരായ പിള്ളേരാണ്. നല്ല എന്താ ജിരാന്ന് ഓടി നടക്കുന്നത്. മൈക്കെടുത്ത് തുളയിടുന്നു, വെക്കുന്നു, ചെവി വെക്കുന്നു, നിലത്തങ്ങ് ഇരിക്കും. അവന്മാർ പെട്ടെന്ന് ചമ്പരം പഠിച്ച് ചമ്പരം പഠിച്ചിരിക്കും. എന്നിട്ട് ഈ മൈക്കും സൗണ്ടും എല്ലാം ക്ലിയർ ചെയ്യുന്ന ഈ പിള്ളേരാണ്. മുമ്പോട്ട് നോക്കുമ്പം സായിപ്പുമാരായ വെള്ള സാരി കൊടുത്ത മദാമകളാണ് മുമ്പിൽ കാണാൻ പറ്റുന്നത്. പിന്നെ ജനക്കൂട്ടം നമുക്ക് കാണാൻ പറ്റും. വലിയൊരു ജനസാഗരമാണ്. ആ ജനസാഗരത്തിൻ്റെ നടുക്ക് ആ സ്റ്റേജിൽ ഞാൻ ഇരിക്കുകയാണ്. അത് വലിയ മൈക്കുകളും വലിയ മറ്റേ സ്ക്രീനുകളും. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സ്റ്റേജിൽ നല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോഴേക്കും അമ്മ വരുന്നു. അമ്മ വരുമ്പോഴും നമ്മളോട് എണ്ണിരിക്കാന്ന് ആരും പറയുന്നൊന്നുമില്ല.
അമ്മ ഇവിടെ നിന്ന് വരുന്നു. അമ്മ കയറി വന്നിട്ടപ്പോൾ ഞാൻ ചാടിയാണ്, ഞാൻ എഴുതിയപ്പോൾ ദേവൻ ചാടി എണീക്കുന്നത്. അമ്മ എല്ലാവരും നോക്കി ചിരിച്ച് അവിടെ സ്റ്റേജിൽ പോയിരിക്കുന്നു, അമ്മയുടെ കസേര പോയിരിക്കുന്നു, നമ്മളെല്ലാം അപ്പുറത്തിരിപ്പുണ്ട്, പരിപാടി തുടങ്ങുന്നു. അപ്പോൾ എന്നെ ഏൽപ്പിച്ചിരുന്ന ഹാരാർപ്പണമാണ്. ഞാൻ ഹാരാർപ്പണം ചെയ്തു. ഞാൻ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ചെവിയിൽ സ്ട്രോങ് 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 എന്ന് പറഞ്ഞു. അത്രയും കഴിഞ്ഞു. ഞാൻ അമ്മയുടെ കാലിൽ, കാരണം ഞാനത് ഗുരു എന്ന നിലയിലാണ് ഞാൻ കണ്ടു ഇരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം സത്സംഗന് കൂടി, ഭജന കൂടി. അമ്മ നയിക്കുന്ന ഭജനുണ്ട്. അപ്പോഴാണ് ഇത് ഭജന ശ്രദ്ധിക്കുന്നത്. ഇതൊക്കെ ഞാനപ്പോൾ അടുത്തിരുന്ന സ്വാമിയോട് ചോദിച്ചു. ഞാൻ ആ സൈഡിൽ ഇരുന്നു. ഞാൻ സ്വാമിയോട് ചോദിച്ചു, ഇതൊക്കെ പലതും അമ്മ എഴുതിയതാണ്, പലതും ഭക്തരെഴുതുന്നതാണ്, അതെല്ലാം ഉണ്ട്, മലയാളവും ഏത് ഭാഷയിലുള്ള സാധനമുണ്ട്. എന്നിട്ട് ഇതിങ്ങനെ ചൊല്ലുവാണ്, ആയിരക്കണക്കിന് ഭജന ചൊല്ലുന്നു. എന്നിട്ട് ഇത് കഴിയുമ്പം ഭക്തർക്ക് കാണാം അമ്മ വന്ന് ഈ സത്സംഗം കൊണ്ട്. ഞാനത് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തീരുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി. നേരെ ഞാൻ ഒരു അപ്പോഴത്തേക്കും എന്നെ കൊണ്ടുപോയി ഒരു ഇത് നടക്കുന്നുണ്ട്, എക്സിബിഷൻ ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തെളിയുന്നത്. ഒരു പയ്യൻ, വിഷ്ണു എന്ന് പേരുള്ളൊരു പയ്യനുണ്ട്, ഈ സ്വാമിമാർ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ട്. വിഷ്ണു എന്നൊരു പയ്യനാണ് ഈ എക്സിബിഷൻ നമ്മളെ കൊണ്ട് കാണിക്കുന്നത്. ഈ എക്സിബിഷനിൽ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ അമ്മ, നമ്മൾ കാണുന്ന ഭക്തിക്കപ്പുറത്തേക്ക് ആയിരക്കണക്കിന് പദ്ധതികളാണ്. അനാഥാലയങ്ങളെ, ഭിന്നശേഷിക്കാരുടെ സംഭവങ്ങളെ, ഗവേഷണ സ്ഥാപനങ്ങൾ, ഇവർക്ക് ഒരുപാട് ഗവേഷണം. എന്തു മനുഷ്യന്റെ പ്രശ്നമുണ്ടെങ്കിലും അതേക്കുറിച്ച് പഠനമുണ്ട്. ഇപ്പോൾ ഭൂകമ്പം ഉണ്ടായാൽ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ, ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട് ഇവർ പഠനം നടത്തും. ഇവരവിടെ വലിയ യന്ത്രങ്ങൾ സ്ഥാപിക്കും. ഇതിനെ തിരിച്ചറിയാൻ ആളുകൾ ജീവൻ രക്ഷിക്കും. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല, എല്ലാ വേസ്റ്റും അവിടെ കലാരൂപമാക്കി മാറ്റുവാണ്. കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള സാധനങ്ങൾ, അതായത് വലിയ തോതിൽ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട ആദിവാസി സ്ത്രീകൾക്ക് പരിശീലനം കൊടുക്കുന്നു. ഇപ്പം സ്വച്ഛ ഭാരത സർക്കാർ 16,000 രൂപ അനുവദിക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ പണി ഇവരെ പഠിപ്പിക്കുക, അപ്പോൾ പൈസ ലാഭിക്കാമല്ലോ. എല്ലാ തൊഴിലും ട്രെയിനിങ് കൊടുക്കുന്നു, സ്വയം സഹായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നു, ചികിത്സാ, അതായത് എന്തെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു അതെല്ലാം അവിടെയുണ്ട്. പാവങ്ങൾക്കാണ്, സ്ത്രീകൾക്കാണ്. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അവിടെ ചെല്ലുന്നവരെ വലിപ്പച്ചെറുപ്പമില്ലല്ലോ, ആർക്കൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനം, ഇത്രയും എന്താ പറയണത്, ഇത്രയും സ്നേഹം കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല, നമ്മൾ വിമർശിക്കുകയോ ചെയ്യുന്നത്. ഇത്ര ഓർഗനൈസ്ഡ് ആയിട്ട് കൃത്യമായ കാര്യം പ്രൊഫഷണലായിട്ട്. എന്നെ ഇന്നലെ രാത്രി ആയപ്പോൾ എൻ്റെ സഹപാഠിയായിരുന്ന ബിന്ദു ജയനെ വിളിച്ചത്. ബിന്ദു ലോക്കൽ ഫണ്ട് ഓഡിറ്റിൻ്റെ വരുന്ന ഉദ്യോഗസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ അമ്മയുടെ ഡിവോട്ടിയാണ്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ജയൻ ചേട്ടൻ എന്നെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഷാൻ ചേട്ടൻ വരുന്നുണ്ട്, ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. ഞാൻ എൻ്റെ പേര് ചെന്ന് പരിചയപ്പെട്ടു, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. രാത്രി 10 മണി കഴിഞ്ഞപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു പരിസരത്ത് അടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവർ പരമാവധി ശ്രമിച്ചു നോക്കി. എനിക്ക് ആൾക്കൂട്ടത്തിലേക്ക് പോകാൻ പറ്റിയില്ല. അവർ പറഞ്ഞു, ഒന്നാമത് ഞാൻ അവിടെ ചെന്നു, ഇത് കഴിഞ്ഞ് അവിടെ നിന്ന് അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന 5 മണിക്ക് ഞാൻ 9 മണി കഴിഞ്ഞ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ 1 മണി കഴിഞ്ഞു. അവർ പറഞ്ഞു, ബിന്ദു ജയൻ ചേട്ടന് പറയുകയും ചെയ്യുന്നുണ്ട്, എക്സിബിഷൻ ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല, ഞങ്ങൾ ഇത്രയും ദൂരെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. അവരവിടുത്തെ സംഘാടകരും കൂടെയാണ്, പക്ഷെ അവർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ഇതൊരു ലോകമാണ്. ഞാൻ ടു ബി ഓണസ്റ്റ് വിത്ത്, നമ്മൾ ഒരുപാട് വാർത്ത കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു അത്ഭുത ലോകം ഉണ്ടെന്നുള്ളത് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ കൊച്ചിയിൽ പിന്നെ അവിടെ കോളേജിൽ ജേർണലിസം പണ്ട് പഠിപ്പിക്കുന്നുണ്ട്, പാർട്ട് ടൈം ആയിട്ട് കൊച്ചിയിൽ ജോലിയുടെ സമയത്ത്. അന്ന് അവിടുത്തെ കൊച്ചിയിൽ ഹോസ്പിറ്റലിൽ അവിടെ എല്ലാം കണ്ടിട്ടുണ്ട്. ആഴ്ചയിൽ 2 ദിവസം പഠിപ്പിക്കാൻ പോകുമായിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു ശരിക്കും. അവർ അതൊക്കെ പ്രൊഫഷണലാണ്. കൃത്യസമയത്ത് നമ്മൾ ക്ലാസ് വഹിക്കുന്നു, നമ്മൾ ചെല്ലുന്നു, എല്ലാ പേയ്മെൻറ്റ് എല്ലാം കറക്റ്റ് ആയിരുന്നു. അല്ല, എനിക്ക് അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞാൽ ഒന്നാമത്തേക്കും വോളണ്ടിയേഴ്സാണ് ഇവരുടെ എല്ലാ സംവിധാനങ്ങളും. ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്ന് വരുന്ന വോളണ്ടിയേഴ്സാണ് പ്രവർത്തിക്കുന്നത്. ഫണ്ട് ഉണ്ടാവും, വിദേശത്ത് ഒരുപാട് ഫണ്ട് ഉണ്ടാവും, പക്ഷേ ഈ ഫണ്ടൊക്കെ ഇവർ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന തരത്തിലാണ് ഉപയോഗിക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ ഒരു 10ാം ക്ലാസ് വിദ്യാഭ്യാസമില്ലാത്ത, 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും വിദ്യാഭ്യാസം നടത്തിയ ഒരു മുക്കുവ സ്ത്രീയാണ് ഈ നാട്ടിൽ ഇത്രയും വലിയ സംഭവം ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ദൈവാനുഭവമുണ്ട്, അവർക്ക് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ഇടപെടലുണ്ട്. ആ ദൈവം ആ ദൈവത്തിന് ഒരു തരത്തിലുള്ള വർഗീയതയും, ഒരു തരത്തിലുള്ള മതവും, ഒരു തരത്തിലുള്ള എന്താ പറയുന്നത് ഒരു വിഭാഗതയും ഇല്ലാതെ സകലരെയും ചേർത്ത് പിടിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എൻ്റെ രാജ്മോഹൻ അമ്മയുടെ ഡിവോട്ടി ആയി പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല, ആർക്കും ആവാം. ഞാൻ പറഞ്ഞത്, ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ഏകദൈവത്തിൽ വിശ്വസിക്കുന്നത് എനിക്ക് അമ്മയെ ആരാധിക്കാനോ അമ്മയെ ബഹുമാനിക്കാനോ, കാരണം ഞാൻ അമ്മയെ ദൈവമായിട്ടല്ല കരുതുന്നത്. അമ്മ ഒരു ദൈവത്തിൻ്റെ വിരലടയാളം പതിച്ച ഒരു മനുഷ്യ ജന്മമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവമെന്ന് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു അത്ഭുതം നമ്മൾ തിരിച്ചറിയുന്നില്ല, അമേരിക്കക്കാരും ജർമ്മനിക്കാരും ജപ്പാൻകാരും തിരിച്ചറിയുന്നുണ്ട്. അല്ല, അത് വളരെ വിചിത്രമായ മറ്റൊരു കാര്യം യാദൃശ്യമായിട്ട് പറയുമ്പോഴും ഗുരുദേവന്റെ ശിഷ്യന്മാരായിരുന്നു സി കേശവനും സഹോദരനായപ്പനും യുക്തിവാദികളായിരുന്നു. വളരെ കൃത്യമാണ്. എത്ര കൃത്യമല്ല. ഇപ്പോഴും ഈ ശിവഗിരി മഠത്തിലെ ഗുരുദേവന്റെ ശിഷ്യന്മാർ എത്ര പേര് ഈഴവരുണ്ടായിരുന്നു?
ഭൂരിപക്ഷം പേരും അവരല്ല, ഈഴവരല്ല, പിൻഗാമികളായവർ അങ്ങനെ അല്ല. അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിരുന്നത് പോലും ഇല്ല. അദ്ദേഹം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല അങ്ങനെ ഒരിക്കലും. അല്ല, എന്നിട്ട് ഞാൻ ആ കോയമ്പത്തൂരിലെ സ്വാമിയുടെ പേര് ഞാൻ മറന്നുപോയി. സ്വാമിയാണ് ആ മുഴുവൻ സ്ഥാപനങ്ങളുടെയും ചുമതലക്കാരൻ. എന്നെ മനോഹരമായി ഇംഗ്ലീഷാണെന്നറിയോ, എന്നെ ലാളിത്യത്തോടുള്ള പെരുമാറ്റം എന്നറിയോ, ഈ പറയുന്ന മുഴുവൻ പേരും. അപ്പം അമ്മയുടെ ഒരു സഹോദരൻ വന്ന് പരിചയപ്പെട്ടെന്നെ. ഇവരൊക്കെ ഈ പറയുന്ന, പ്രത്യേകിച്ച് ഞാൻ സഹോദരൻ എനിക്ക് അങ്ങ് പരിചയപ്പെട്ട് പോയതേ ഉള്ളൂ, ഈ സ്വാമിമാരൊക്കെ എന്ത് ലാളിത്യത്തോടു കൂടിയാണ്. പല ഇത്തരം ആത്മീയ സ്ഥാപനങ്ങളിൽ സംഭവിക്കുന്ന ഒരു ദുരന്തം, അവിടേക്ക് സ്വാമി അല്ല നല്ലവരായിരിക്കും, ഈ സംഘാടകർന്ന് വന്ന് കുറേ പേരേക്ക് നമ്മളെ ശല്യപ്പെടുത്തുന്നത്. പക്ഷേ ഇവിടെ അത് പക്കയാണ് അവർ. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഒരു വലിയ പ്രസ്ഥാനമാകുമ്പോൾ ഭിന്നത ഉണ്ടാവാം, തർക്കമുണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വാമിമാർ തമ്മിൽ ചില ഭിന്നതകളൊക്കെ ഉണ്ടാവാം. അത് എല്ലായിടത്തും ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നത. പിണറായി വിജയൻ, വി സച്ചിദാനന്ദൻ എന്തെല്ലാം ചെയ്തു, പിണറായി വിജയൻ ചെയ്തില്ല. അപ്പോൾ ഇവിടെ ഇതൊരു മഹാസംഭവമാണ്. ഈ മഹാസംഭവം നമ്മൾക്ക് അറിയാമെങ്കിൽ, ഞാനിവിടെ മനസ്സിലാക്കി, ഇപ്പം നമ്മുടെ സജി ചെറിയാൻ എയറില അറിയാമല്ലോ, അറിയാം. ഇന്നിപ്പം നമ്മുടെ ജയശങ്കർ തുടങ്ങി വെച്ചു, സകല ആളുകൾ അവർ എയറിലാകാൻ യോഗ്യതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഇരട്ടത്താപ്പ്, എല്ലാ കാര്യത്തിലും ഇത് ആൾ ദൈവമാണ്, തട്ടിപ്പാണ്, വെട്ടിപ്പാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷൻ ആയപ്പോൾ മാറിക്കൊണ്ട് കഴിഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ ഇവരൊക്കെ അമ്മയോട് ഈ ഇഷ്ടമുള്ളവരാണ്, അമ്മയെ മനസ്സിലാക്കുന്നവരാണ്, അവർക്കൊക്കെ. പക്ഷേ ഇവർക്ക് ഭയമാണ്. കാരണം അമ്മയ്ക്കെതിരെ ഈ സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുന്ന ഒരു നെഗറ്റീവ് വൈബുണ്ട്. ഈ നെഗറ്റീവ് വൈബിനെ ഇവരൊക്കെ ഭയപ്പെടുന്നു. ആ നെഗറ്റീവ് വൈബിനെ ഭയപ്പെടുന്നത് കൊണ്ട് അവരെല്ലാം, ഞാനോട് ചിലപ്പോൾ ഉമാ തോമസ്, സി ആർ മഹേഷ് രണ്ടുപേരും അമ്മയെ കെട്ടിപ്പിടിച്ച് കാലം നമസ്കരിച്ചതാ, ഞാൻ കണ്ടതാണ്. ഇവരെല്ലാം കാണുന്നതാണ്. ഇവർക്കൊക്കെ അമ്മയെ കാണാം ഇങ്ങനെ സംസാരം. പക്ഷേ വെളിയിൽ ഇവരാരും ചിത്രം എടുത്തല്ല തോന്നുന്നു, ഇവർക്ക് ഭയമെന്ന് തോന്നുന്നു. ആണ് ഈ നേതാക്കന്മാരൊക്കെ മക്കൾ പഠിക്കുന്ന ഇവരുടെ കോളേജിലൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഉദ്യമം, എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഈ അമ്മയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് അമ്മയുടെ ആത്മീയ തലം, അതാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതും അതന്നാണ് വിമർശന വിധേയമാവുന്നത്. അമ്മ അമ്മ അതാണ് ചിലരുടെ RSSകാരി സംഗീതമൊക്കെ പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താ അടിസ്ഥാനത്തിൽ നടത്തില്ല. പക്ഷെ അമ്മയുടെ സാമൂഹ്യ തലമുണ്ട്. ആശുപത്രികളും അനാഥാലയങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും പാവങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും സ്ത്രീ ശാക്തീകരണവും വിദ്യാഭ്യാസ പദ്ധതികളും ഇത്തരത്തിൽ അവർ പറഞ്ഞ ഓരോപ്പം. സുനാമി വന്നപ്പം അവിടെ ഭീകരമായ സുനാമി കണ്ട പിള്ളേരെല്ലാം പേടിച്ചു പോയി. സ്വാഭാവികമല്ലേ, ഈ കടൽ തീരത്ത് താമസിക്കുന്ന കുട്ടികൾ ആരും കണ്ടിട്ടില്ലല്ലോ സുനാമി. അവരുടെ അമ്മയും അപ്പനും പലരും മരിച്ചുപോയി, സഹോദരങ്ങൾ മരിച്ചുപോയി. ഈ ഭീകരമായ ശേഷം ആ ഭാഗത്തുള്ള അവശേഷിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി പിള്ളേരെല്ലാം ഭയന്നുപോയി. അവർക്ക് വെള്ളം കാണുമ്പോൾ പേടിയാണ്. ഈ വെള്ളം കാണുമ്പോൾ പേടിയപ്പോൾ അമ്മ തന്നെ ആ സമയത്ത് ഈ കുട്ടികളുമായി ആറ്റിലിറക്കി അവരെ അവരുടെ ഭയം മാറ്റുന്ന നീന്തൽ പഠിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ ഇത്രയും വിദ്യാഭ്യാസമില്ലാത്ത ഈ അമ്മ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ഇടയിൽ ലോകം മുഴുവൻ കറങ്ങും. ഇതിനിടയിൽ അവരുടെ ഒരു സാമൂഹിക തലം എന്ന് പറയുന്നത് ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്കുണ്ട്. അതുകൊണ്ടാണ് ഫണ്ട് ഉണ്ടാവും. ഇപ്പം മോദി സർക്കാർ സ്വച്ഛ് ഭാരത് വന്നപ്പോൾ അവർക്ക് കോടികൾ അനുവദിച്ചു. എന്തുകൊണ്ടാണ്? സ്വച്ഛ് ഭാരത് അവർക്ക് കിട്ടുന്ന കാശ് അവർ ഉപയോഗിക്കും, അല്ലാത്തവർക്കല്ലല്ലോ. ഈ ഗവേഷണത്തിന് ഒരുപാട് ഫണ്ട് വരുന്നുണ്ട്. ഈ ഫണ്ട് ഗവേഷണത്തിന് ഉപയോഗിക്കും. ഡൽഹിയിൽ ആശുപത്രി ഉദ്ഘാടനം ചെയ്ത് പ്രൈം മിനിസ്റ്റർ അദ്ദേഹം അല്ല, അവരത് കൃത്യമായി ഇത് ഉപയോഗിക്കും, കൃത്യമായി ഇത് കൈകാര്യം ചെയ്യും. അപ്പം അവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. അപ്പം അത് ഈ ഫണ്ടിനെ കുറിച്ച് നമ്മളൊക്കെ ഓർക്കുന്നത് ആയിരക്കണക്കിന് ഫണ്ട് വരുന്നു, ആരും അത് ഇല്ല, അവരത് ഉപയോഗിക്കുവാണ്. അതുപോലെ അതേസമയം നമ്മൾ മനസ്സിലാക്കണം, അവർ ഒരു വെള്ള സാരി ഉടുത്ത് എപ്പോഴും ചിരിച്ച് 30 മണിക്കൂർ ഇരുന്നാൽ 72 വയസ്സായ അമ്മ എത്ര മണിക്കൂർ ഇരുന്നാലും അതിലങ്ങ് മതിമറന്നിരിക്കുകയാണ്. എപ്പോഴും ചിരിക്കും, അസ്വസ്ഥതയില്ല, ഈഗോ ഇല്ല, കോംപ്ലക്സ് ഇല്ല, കലിപ്പില്ല, വിദ്വേഷമില്ല, പകയില്ല. എല്ലാവരും കെട്ടിപ്പിടിക്കുക. ഞാൻ നമ്മുടെ മാണി സാറ് ആളുകൾ കെട്ടിപ്പിടിക്കുന്ന ആളായിരുന്നു. പക്ഷെ കെട്ടിപ്പിടി ഓടിപ്പോയി കുളിക്കുമായിരുന്നു പറഞ്ഞത്. ഇതൊക്കെയാണ് കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് ഏത് തരത്തിലുള്ള മനുഷ്യർ രോഗികളാവാം, ഇവരെല്ലാം കെട്ടിപ്പിടിക്കുകയാണ്, ഇവരോടൊപ്പം ഇരിക്കുവാണ്, എന്നിട്ട് മണിക്കൂറുകൾ ഇരിക്കുവാണ്. ആ മണിക്കൂറുകൾ ജീവിച്ചാൽ എന്നിട്ട് അവർക്കൊരു കുഴപ്പമില്ല. അവരിങ്ങനെ വർത്തമാനം പറഞ്ഞും സന്തോഷിപ്പിച്ചും അതേസമയം അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. സാംസ്കാരിക പരിപാടിക്കകത്തൊരു രസമുണ്ടായി. പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞു, കൃതജ്ഞതയ്ക്ക് വിളിച്ചു, അമ്മയെ വിളിച്ചില്ല. അതെന്തോ കാരണത്താൽ അവിടെ ഒരു പ്രശ്നമുണ്ടായി. അപ്പം കൃതജ്ഞത പറയാൻ വേണ്ടിയിട്ട് വന്നൊരു സന്യാസിന് കൃതജ്ഞത പറയാൻ തുടങ്ങുമ്പോൾ അമ്മ തിരിഞ്ഞിങ്ങനെ ഒന്ന് നോക്കി. അപ്പം ആർക്കും പിടികിട്ടുന്നില്ല. അമ്മ ആരോ ഇങ്ങനെ വിളിച്ചു. എന്നിട്ട് അമ്മ എന്തോ ചെവി പറഞ്ഞു. പൊട്ടിത്തെറിയുമ്പോൾ പിണറായിയാണ് അപ്പം തന്നെ പൊട്ടിത്തെറിച്ചാണ്. അപ്പം തന്നെ ഈ
മറ്റേ സ്വാമി അത് നിർത്തിയിട്ട് അമ്മയുടെ പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. അമ്മ എന്തോ കാരണത്തിൽ വിട്ടുപോയി അത്. പക്ഷേ അതിന്റെ പേരിൽ ബഹളമോ പിണറായി ആയിരുന്നു ബൈക്കൊക്കെ പൊട്ടിത്തെറിച്ച്. ഒരിക്കലും ഒരു ആദ്യ മാർഗത്തിൽ പോകാനുള്ള പൊട്ടിത്തെറിക്കില്ല. അവർ നിർമ്മമതയോടെ ജീവിതത്തെ കാണുന്നവരാണ്. അവർക്ക് ദേഷ്യം ഈഗോ കളഞ്ഞവരാണ് അവരെല്ലാവരും. എൻ്റെ രാജ്മോഹൻ ഒരു വല്ലാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള വല്ലാത്ത അനുഭവമായിരുന്നു അമ്മയുടെ അടുത്ത് പോയത്. ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു അനുഭവം പ്രതീക്ഷിച്ചിട്ടില്ല. നേരെ അങ്ങോട്ട് ചെന്നു. എനിക്കൊരൊറ്റ അഭിപ്രായം എല്ലാവരും പറയുന്നത്, എല്ലാവരും ഒന്ന് പോകണം, അവിടെ പോയി കാണണം. നിങ്ങൾ ഏത് വിശ്വാസം, നിങ്ങൾ മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഹിന്ദു ആവട്ടെ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസമായി തുടരട്ടെ. ഈ അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ കാണണം. അമ്മ നിങ്ങളോട് നിങ്ങൾ ഹിന്ദു ആവാൻ പറയത്തില്ല, ഒരിക്കലും ഇല്ല. അമ്മ നിങ്ങളോട് എൻ്റെ ദൈവം മാത്രമാണ് ശരി, നിങ്ങളുടെ ദൈവമാണ് ശരി എന്ന് പറയത്തില്ല. പിന്നെ എന്നാ പ്രശ്നം? അവർ സ്നേഹം മാത്രമാണ് അവർ സ്നേഹം കൊടുക്കുന്നത്. സ്നേഹം നമുക്ക് പലപ്പോഴും വിദേശങ്ങളിൽ പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യൻ സ്പിരിച്വൽ ലീഡേഴ്സിന് ഇത്രയും അവിടെ സ്വീകരണം കിട്ടുന്ന കാര്യം. അവിടെ എനിക്ക് വിഷം കൊണ്ട് അയലോക്കാരനത് പറയാൻ പറ്റില്ല, പറയാൻ ആളില്ല. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരാളിനെ, ഒരു അമ്മയെ കാണുമ്പോണ്ടല്ലോ അവർ മതിമറക്കും വിദേശികളെ. അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞാൽ കേട്ട ഒരാൾ സാധാരണ ഇതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണും. ഞാൻ പറഞ്ഞ വിഷയങ്ങളും കേസുകളും പരാതികളും ഒക്കെ കാണും. പക്ഷേ ഈ അമ്മ ഈ സമൂഹത്തിന് ചെയ്ത് എൻ്റെ വിഷമം രാജ്മോഹൻ, കേരളം അമ്മയെ വേണ്ടതുപോലെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെടേണ്ട ആൾ അമ്മയാണ്. ഇത്രയധികം നന്മ ചെയ്യുന്ന, ഇത്രയധികം സ്നേഹം പ്രസരിപ്പിക്കുന്ന ഒരാൾ. ഞാൻ പറഞ്ഞത് ഒരു മതവും അവരെ അകറ്റി നിർത്തുന്ന കാര്യമില്ല. ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ് എന്നുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുന്നില്ല. അവർ ഇടപെടുന്നില്ല. ഇവരുടേതൊരു മതേതര ഒരു സങ്കല്പമാണ്. അവർ പ്രാർത്ഥിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ്, അവർ പ്രാർത്ഥിക്കുന്നത് പ്രണയത്തെക്കുറിച്ചാണ്, അവർ പ്രാർത്ഥിക്കുന്നതും അവർ ഏക ദൈവത്തെക്കുറിച്ച്, അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ദൈവം, നിന്റെ ദൈവം ശരിയല്ല എൻ്റെ ദൈവം മാത്രം ശരിയായി, അങ്ങനെ ഇല്ല. ഞാൻ പറഞ്ഞത് കേരളം അവരെ വേണ്ടതുപോലെ അംഗീകരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇനിയെങ്കിലും ഈ ഒരു മടി മറന്ന് അവരെ തുറന്ന് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അവരുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും കേസുകളോ പ്രശ്നം, അതിനൊക്കെ അത് നിയമപരമായി നടക്കട്ടെ, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ അമ്മയെ അപമാനിക്കാൻ നമ്മുടെ സമൂഹത്തിന് എങ്ങനെ പറ്റുന്നു എന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്തായാലും അമ്മയോട് ഈ ഒരു കാഴ്ചയോടുകൂടി എനിക്ക് ഇടയ്ക്ക് കാണും. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ വരാറുണ്ടെന്ന് തോന്നുന്നു, വർഷം എന്തായാലും ഞാൻ പോയി കാണും. കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്കും ആദരവും ഇഷ്ടവും ബഹുമാനവും തോന്നി. ഈ നാഷണൽ ഹൈവേയുടെ പണി കഴിഞ്ഞാൽ, മോദിയുടെ റോഡ് പിണറായിയുടെ ആണെന്ന് അവകാശപ്പെടുന്ന ഹൈവേയുടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 1.5 മണിക്കൂർ കൊണ്ട് പോയി കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 2 വിഷയം ചെയ്യണമെന്ന് ഓർത്ത്, ഷാജഹാനെ കുറിച്ച് പറയണമെന്ന് ഓർത്ത്, പക്ഷേ അത് സമയം അതിക്രമിച്ച കാരണം നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാം. സമയമുണ്ട്. എന്തായാലും അമ്മയെക്കുറിച്ചുള്ള ഈ എൻ്റെ ഒരു ഉണർവ്, ഒരു തിരിച്ചറിവ്, അതൊരു പുതിയ ഉണർവാണ് എനിക്ക് നൽകിയിരിക്കുന്നത്. എല്ലാവരും ഒരിക്കലെങ്കിലും അമൃതവരിയിൽ പോകണമെന്നും അകലെ നിന്നെങ്കിലും അമ്മയെ കാണണമെന്നും ഈ അമൃതമഠം ഈ സമൂഹത്തിന് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കാണണമെന്നും തെറ്റിദ്ധാരണകൾ മാറ്റണമെന്നുമാണ് എൻ്റെ അഭ്യർത്ഥന. നമസ്കാരം.